നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 817. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 817. ഇന്ന് 71 സർഗം ഭഗവാന്റെ ഉപാസനാകാണ്ഡത്തിൽ യദുകുല സംഹാരം. ഭഗവാൻ യദുകുലത്തെ സംഹരിപ്പിക്കാനുള്ള പരിപാടി ഇട്ടു. അപ്പോൾ 70ാമത്തെ അധ്യായം സർഗം 70ാമത്തെ സർഗം എന്ന് പറഞ്ഞാൽ ഉദ്ധവ ബദരികാശ്രമ ഗമനം എന്ന് പറഞ്ഞുവല്ലോ. അതിൽ അവസാനത്തെ ശ്ലോകം 22 പറഞ്ഞു നിർത്തി. അദൃശ്യമായൊരാ ബ്രഹ്മം മലിഞ്ഞൊഴുകും ആവിധം വിശ്വത്തിൻ്റെ മഹാഭാഗ്യം ബൽഗ ബൽഗാ ജഗത്തിതിൽ എന്ന് പറഞ്ഞാൽ നിർത്തിയത്. അപ്പോൾ ഇനി യദുകുല സംഹാരത്തിൽ 1ാമത്തെ ശ്ലോകം പറയണു. മഹാഭാഗവതോത്തം സം ഉദ്ധവൻ ഹംസം ഹംസം കൂട്ടക്ഷര ഹംസം ഉദ്ധവൻ ബദരീവനം അന്നാളണഞ്ഞതിൽ പിന്നെ വിപ്രശാപത്തിനാൽ കുലം നശിപ്പിച്ചു കൃപാമൂർത്തി സർവനേത്രമനോഹരം ദേഹം ത്യജിച്ചത് എമ്മട്ടാം ഭഗവാൻ വിശ്വഭാവനൻ. 2 ശ്ലോകം ഒന്നായിട്ട് പോയി. മഹാഭാഗവതോത്തംസം ഉദ്ധവൻ ബദരീവനം അന്നാൾ അണഞ്ഞതിൽ പിന്നെ വിപ്രശാപത്തിനാൽ കുലം നശിപ്പിച്ചു കൃപാമൂർത്തി. ശ്രീകൃഷ്ണൻ ആരാ? കൃപാമൂർത്തി. സർവനേത്രമനോഹരം. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര ഏത് കണ്ണിനെ കൊണ്ട് നോക്കിയാലും മനോഹരം, മനസ്സിന് ഹരം ഉണ്ടാക്കുന്നതാണ്. ദേഹം ത്യജിച്ചതന്മട്ടാം ഭഗവാൻ വിശ്വഭാവനൻ. 3ാമത്തെ ശ്ലോകം. ഗോപീജനങ്ങളും മറ്റും ഏതിൽ മുട്ടിയ കണ്ണുകൾ. അതായത് ഭഗവാന്റെ ശരീരത്തിൽ മുട്ടിയ കണ്ണുകൾക്ക് പിന്നെ ജനനമില്ല. ഗോപീജനങ്ങളും മറ്റും ഏതിൽ മുട്ടിയ കണ്ണുകൾ പിന്മടക്കിടുവാൻ പിന്നീടാളായില്ലൊരു കാലവും. അതായത് ഭഗവാനെ നോക്കിയതിനോടുകൂടി ഭഗവാന്റെ ദേഹത്തിൽ നിന്ന് കണ്ണുകളെ പിൻവലിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അവർ പിന്നെ ഭഗവാനെ മറക്കാൻ പറ്റില്ല അവർക്ക്. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വസ്തു നേടിക്കഴിഞ്ഞാൽ എന്താണെന്നാ പറയുക, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് താല്പര്യം തോന്നില്ല. പറഞ്ഞു ശരിയേ? മരണമില്ലാതെ കണ്ടിരിക്കാനുള്ള അതായത് ജനിക്കാതെ കണ്ടിരിക്കാനുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, ജനിച്ചാലല്ലേ മരിക്കുള്ളൂ, അമൃതം പാനം ചെയ്താൽ പിന്നെ ആരും കള്ളു കുടിക്കില്ല. കാരണം എന്താ? കള്ളു കുടിച്ചാൽ തൽക്കാലത്തെ ഒരു ബുദ്ധിഭ്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാനിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല. അതുകൊണ്ടാണ് പിന്മടക്കിടുവാൻ പിന്നീടാളായില്ലൊരു കാലവും ശ്രവണം മാർഗമേതും ഉള്ളിൽ പതിഞ്ഞിടുകിൽ മഞ്ജുളം. ശ്രവണം വേണ്ട പോലെ ഉള്ളിൽ പതിഞ്ഞാൽ, ശ്രവണം മാർഗം ഏതുള്ളിൽ പതിഞ്ഞിടുകിൽ മഞ്ജുളം. മഹാശയന്മാർക്കവിടം മായാതെ വിലസിടുമോ? മഹാശയന്മാർക്കവിടം മായാതെ വിലസിടുമോ? ഇല്ല. വ്യാസാധ്യർവാക്കിന് അത്യന്തം സൗഭാഗ്യത്തെ വളർത്തിയും. ഈ ഭാഗവതം ആര് രചിച്ചു എന്നാണ് പറഞ്ഞത്? വ്യാസരെ. അപ്പോൾ വ്യാസർ എന്തൊക്കെ കഥകളും പിന്നെ ഇക്വേഷൻസും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വ്യാസാധ്യർ വാക്കിന് അത്യന്തം സൗഭാഗ്യത്തെ വളർത്തിയും. കാരണം എന്താ? അമൂല്യമായിട്ടുള്ളതാ ഇതിലുള്ള വാക്കുകൾ.
മഹത്വം ഇന്നും കവികൾക്ക് ഏതോ നൽകി ലസിപ്പതും. എത്രയോ വർഷം മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഭാഗവതം. അതിന് ഇന്നും പ്രസക്തി ഉണ്ടാവാൻ കാരണം എന്താ? അതിലെ വാക്കുകളുടെ ഗൗരവം. മഹത്വം ഇന്നും കവികൾക്ക് ഏതോ നൽകി ലസിപ്പതും പാർത്ഥൻ്റെ തേർത്തടത്തിനൊരു ഇന്ദ്രനീല പതക്കമായി. മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ്റെ അതിഗംഭീരമായിട്ടുള്ള തേരിന് പാർത്ഥൻ്റെ തേർത്തടത്തിന് ഒരു ഇന്ദ്രനീലപ്പതക്കമായി. ഭീമാകാരമായിട്ടുള്ള ആ തേരിന് ഒരു നീലപ്പതക്കം മുമ്പിൽ ശ്രീകൃഷ്ണൻ സാരഥിയായിട്ടിരിക്കണം. വിളങ്ങി ഏതോ സാരൂപ്യമുക്തിയെ ഈ ഋപുക്കളിൽ. അതാണ് സായൂജ്യം. പടവട്ടാന വന്നത്, പക്ഷെ സായൂജ്യായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനനമരണങ്ങളില്ലാത്ത ലെവലിലേക്ക് അവർ പോയി. കാരണം എന്താ? എല്ലാവരും ആരേനെ കണ്ടത്? ശ്രീകൃഷ്ണനെ. യുദ്ധം തുടങ്ങിയ ദിവസം മുതൽക്ക് യുദ്ധം അവസാനിക്കണ വരെയും രാജാക്കന്മാരും പടനായകന്മാരും മാറി മാറി വന്നാലും എല്ലാവരും കണ്ടത് ഈശ്വരനെയാണ്, ജഗദീശ്വരനെയാണ്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടിയെന്ന് പറയാൻ കാരണം. ഇന്ന പക്ഷത്തുള്ളവർക്കെന്നല്ല. 11 7 18 അക്ഷൗണി പടകൾക്കും എന്ത് കിട്ടി? മോക്ഷം കിട്ടി. കാരണം അവരെ ശ്രീകൃഷ്ണനെ കണ്ടിട്ടാണ് മരിച്ചത്. അപ്പോൾ വിശ്വൈകരമ്യം ആരൂപം. ഭഗവാന്റെ രൂപം എന്താണെന്നാണ് പറഞ്ഞത്? വിശ്വൈകരമ്യം, എല്ലാവരെയും അനുരഞ്ജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളതാണ് ശ്രീകൃഷ്ണൻ. വിശ്വൈകരമ്യം ആ രൂപം വെടിഞ്ഞതിനു കാരണം. അപ്പം ഇത്രയും മഹത്തായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ വിഗ്രഹം ഭഗവാൻ എന്തിനാ ത്യജിച്ചത്? അതായത് സ്വധാമപ്രാപ്തിക്ക് സമയമായി, പിന്നെ നിവൃത്തിയില്ല. അതുകൊണ്ട് വെടിഞ്ഞതെന്നു കാരണം ചോദിക്കേ ചൊല്ലിനാൻ വിഷ്ണുരാധനോട് മഹാമുനി. വിഷ്ണുരാധൻ അതായത് എന്താണ് പറയുക, പരീക്ഷത്തിനോട്, ഇവിടെ എഴുതി വെച്ചള ഞാൻ, പരീക്ഷത്ത് രാധനോട് മഹാമുനി, അതായത് സാക്ഷാൽ ശുഗബ്രഹ്മ മഹർഷി മഹോൽപാദങ്ങളെങ്ങെങ്ങും കാണുകയാൽ അഖിലേശ്വരൻ. എവിടെ നോക്കിയാലും ചില പ്രതികൂല സാഹചര്യങ്ങൾ കാണാനിടയായിന്നാ. കാരണം എന്താ? ഭഗവാന് സ്വധാമത്തിലേക്ക് പോകണം. മഹോൽപാദങ്ങളെങ്ങെങ്ങും കാണുകയാൽ അഖിലേശ്വരൻ സുധർമ്മയിൽ ചെന്ന് ഈ വണ്ണം ചൊല്ലി യാദവരോടുടൻ. സുധർമ്മയിൽ ഭഗവാന്റെ ദ്വാരകയിലുള്ള എന്താ പറയുക, ദ്വാരകയുടെ അരമന, ദ്വാരകയുടെ എന്താണെന്നാ പറയുക, സുധർമ്മ, ദ്വാരകയുടെ സുധർമ്മ, ധർമ്മം ഇരിക്കുന്ന സ്ഥലം എന്നാണ് സുധർമ്മ എന്ന് പറഞ്ഞാലേ. സ്വാഗതം സുസ്വാഗതം. ചൊല്ലിയാതവരോടുടൻ വല്ലാത്ത ദുർനിമിത്തങ്ങൾ കാൺമതുണ്ടെങ്കിലും ആകയാൽ നിമിഷം പോലും ഇവിടം ആണ് പോകാകൊരുത്തനും. കാരണം ഇത് സമുദ്രം വിഴുങ്ങാൻ പോവാണ് ദ്വാരകേനെ. വല്ലാത്ത ദുർനിമിത്തങ്ങൾ കാൺമതുണ്ടെങ്കിലും ആകയാൽ നിമിഷം പോലും ഇവിടം ആണ് പോകരുതൊരുത്തനും. പുറപ്പെടേണം പെണ്ണുങ്ങൾ വയസ്സന്മാർ കിടാങ്ങളും ശംഖോദ്ധാരണത്തിലേക്ക് ഇപ്പോൾ തന്നെ വൈകുരുതൽപ്പവും. ശംഖോദ്ധാരണം ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ശംഖുമുഖം, തിരുവനന്തപുരത്ത് ശംഖുമുഖം ഉണ്ടല്ലോ. അപ്പോൾ ശംഖോദ്ധാരണത്തിലേക്ക് ഇപ്പോൾ തന്നെ വൈകരുതൽപ്പവും. പ്രഭാസത്തിങ്കിലേക്കാണ് നമ്മൾ പോകേണ്ടതേവരും. പ്രഭാസ തീരത്തിലേക്കാണ് നമ്മൾ ശരിക്കും പോകേണ്ടത്. സരസ്വതി പടിഞ്ഞാറോട്ടൊഴുകിയിടും സ്ഥലത്തു നാം. സരസ്വതി നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന സ്ഥലത്ത് തീർത്ഥസ്നാനോപവാസാദി ചെയ്യണം ശുദ്ധചിത്തരായി. ഇതൊരു ഗുണപാഠമാണ്. തീർത്ഥസ്നാനം ഉപാസന ഒക്കെ എങ്ങനെ ചെയ്യണം? ശുദ്ധചിത്തരായി, സംശുദ്ധമായ രീതിയിൽ എന്നർത്ഥം പറയാം. സംശുദ്ധരായി
അഭിഷേകം ചന്ദനം ചാർത്തിയിടൽ നൈവേദ്യം അർച്ചനം ഇതെല്ലാം ഭൂസുരന്മാരെ കൊണ്ടു ചെയ്യിച്ചു കൊള്ളണം. ഭൂസുരന്മാർ, ഭൂമിയിലെ സുരന്മാർ, ബ്രാഹ്മണരെ എന്നർത്ഥമായി. പശുദാനങ്ങളും മറ്റും യഥാവധി നടത്തി നാം വിശിഷ്ടരാം വിപ്രരോട് വാങ്ങിയിടണം അനുഗ്രഹം. അതിനൊക്കെ അർത്ഥം പറയണം. അണ്ടനും കിണ്ടനുമായിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്ന് അനുഗ്രഹം വാങ്ങരുത്. വിശിഷ്ടന്മാരായിട്ടുള്ളവരെ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു പഠിച്ചവർ ബ്രാഹ്മണരുണ്ട്. ആരോഹണാവരോഹണങ്ങളൊക്കെ നോക്കി വേദങ്ങളൊക്കെ ചൊല്ലി, എന്തിനു വേണ്ടി ചൊല്ലി? ദക്ഷിണഗ്രാഹികളായിട്ടുള്ള ആരാണ് ജപിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അവരുടെ ശ്രേയസ് ഉണ്ടാവണമെന്നാ സങ്കല്പം. തൻ്റെ ശ്രേയസ്സല്ല. അപ്പോൾ വിശിഷ്ടരാം വിപ്രരോട് വാങ്ങിയിടേണം അനുഗ്രഹം. ദേവഗോദ്വിജ സംപ്രീതി വരുത്തിയിടുവതത്രയും. ദേവന്മാര്, പശുക്കള്, ബ്രാഹ്മണര് ഇവർക്ക് സംപ്രീതി വരുത്തിയിടുവത് എത്രയും ശ്രേയസ്കരം. മനുഷ്യന് പാപം നീങ്ങാൻ ഉത്തമം ഭഗവാൻ ഉപദേശിച്ച വിധം പൂജാതി ഭഗവാൻ ഉദ്ദേശിച്ചതും ഉപദേശിച്ചതുമായ രീതിയിൽ ഇവരെ പൂജിക്കണം എന്നാ, അല്ലാണ്ട് തന്നിഷ്ടം കൊണ്ടല്ല. ശ്രദ്ധാപുരസ്സരം തന്നെ ചെയ്തു യാദവരെ വരും. വളരെ ശ്രദ്ധിച്ചിട്ടുള്ള പൂജാവിധികളൊക്കെ ചെയ്തു വരാം. ശ്രദ്ധാപുരസ്സരം തന്നെ ചെയ്തു യാദവരെ വരും. കാലക്കേടാൽ അവർക്കെന്തോ പിഴച്ചു മതിയൊക്കെയും. കാലക്കേട്, അതാണ് വലിയൊരു വാക്കത്. എന്താ അത്? ഈശ്വരേച്ഛ എന്നർത്ഥം. കാലത്തിനെ നന്നാക്കണതും കാലത്തിനെ തരം താഴ്ത്തണതും ഭഗവാനാണ്. കാരണം എന്താ? കാര്യഗൗരവം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കാലക്കേടാൽ അവർക്കെന്തോ പിഴച്ചു മതിയൊക്കെ. മതി എന്ന് പറഞ്ഞാൽ മനസ്സ്. നുകർന്നു ചൊൽക വയ്യാത്ത ലഹരി ദ്രവ്യമേ. നുകർന്നു കൊള്ളുക. എല്ലാവരോടും ഭഗവാൻ ഒരു ബ്ലാങ്കറ്റ് പെർമിഷൻ കൊടുത്തു, എല്ലാവരും കുടിച്ച് മതോന്മത്തന്മാരായിക്കോളുമെന്ന്. കാരണം എന്താ? ഇനി ഈ ഈ യദുകുലത്തിലുള്ള ആൾക്കാരുടെ ഭാരമാണ് ഭൂമിയിൽ നിന്ന് മാറ്റാൻ ഒഴിവാക്കേണ്ടത്. അതുകൊണ്ടാണ് നുകർന്നു ചൊൽകാവയ്യാത്ത ലഹരിദ്രവ്യമേ വരും. വെറും മദ്യപരായി തന്നെ തീർന്നാർ അത്ഭുതം. വെറും മദ്യപരായി തന്നെ. ജനിച്ചത് മുഴുവൻ മധുപാനം ചെയ്യാനാണോ എന്ന് തോന്നുമാറ് അവരെ ആസക്തന്മാരായി. വാക്കേറ്റം മടിയും മറ്റും അന്യോന്യം കൃഷ്ണമായയാൽ വിരോധാഭാസങ്ങളെ സൃഷ്ടിക്കുകയാണ്. മായയാണ് സൃഷ്ടിക്കുന്നത്. വാക്കേറ്റം അടിയും മറ്റും അന്യോന്യം കൃഷ്ണമായയാൽ കടൽക്കരയിൽ വാൾ കുന്തം മുതലായ ആയുധങ്ങളാൽ ക്രോധമൂർച്ഛിതരായി കൊല്ലാനൊരുമ്പെട്ടു പരസ്പരം. അത് പോരെങ്കിൽ ഏരകപ്പുല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. ഏരകപ്പുല്ലുകൾ എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? ഈ സാമ്പനെ വേഷം കെട്ടിയിട്ട് ഇവൾ പ്രസവിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ചോദിച്ചു. രണ്ടുമല്ല, ഒരു ഇരുമ്പൊലയ്ക്കാവുന്ന പറഞ്ഞത് ബ്രാഹ്മണ ശാപം നിമിത്തം. അപ്പോൾ അന്ന് ഉഗ്രസേന മഹാരാജാവ് ശ്രീകൃഷ്ണനോട് സാധാരണ നിലയ്ക്ക് അഭിപ്രായം ചോദിക്കുന്നതിന് പകരം അന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ രാവി കടലിൽ സമുദ്രത്തിൽ കലക്കിക്കോളൂ, ബാക്കി വരുന്ന കഷ്ണം വലിച്ചെറിഞ്ഞോളൂ പറഞ്ഞു. ആ വലിച്ചെറിഞ്ഞത് മൂർച്ച കൂട്ടിയിട്ട് ഒരു വഴിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഒരു അസ്ത്രം ഉണ്ടാക്കിയതാണ്. പിന്നെ ബാലിയുടെ പുനർജന്മമായിട്ടുള്ള ഒരു വേടൻ ഭഗവാൻ പത്മാസനത്തിലിരിക്കുമ്പോൾ തൻ്റെ കാലിൻ്റെ പുറംകാലിൻ്റെ വടിവ് മാനിൻ്റെ തലയാണെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് വാക്കേറ്റം മടിയും മറ്റും അന്യോന്യം കൃഷ്ണമായയാൽ കടൽക്കരയിൽ വാൾ കുന്തം മുതലാവയും ആയുധങ്ങളാൽ ക്രോധമൂർച്ഛിതരായി കൊല്ലാനൊരുമ്പെട്ടു പരസ്പരം കൊല്ലുക. ശരിയോ തെറ്റോന്നല്ല. കള്ളു കുടിച്ചില്ല ഞാനും കുടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കൊല്ലും, താൻ എന്നെ കൊന്നോളൂ തന്നെ. ദശാർഹർ അന്തകർ വൃഷ്ണി മുമ്പായോർത്തൻ പരമ്പര
അച്ഛൻ മകൻ മരുമകൻ അമ്മാവൻ ജ്യേഷ്ഠൻ ഈ വിധം ചാർച്ചയും വേഴ്ചയും തീരെ മറന്ന് അത്യന്ത ശത്രുവായി പരസ്പരം പോരടിച്ച് മായാമോഹിതരാകയാൽ രാഗവും ദേഷവും വീമ്പും വെറുപ്പും മറ്റും 1000 ജ്വരങ്ങളും ഉളവാം ആർക്കും നിമിഷം കൊണ്ടുമായയാൽ ഒരാളേന് രണ്ടാളെന്നല്ല നൂറ്റക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരേനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മായ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേവിധം അതില്ലാതെ ആ ഈശ്വരാനുഗ്രഹത്തിനാൽ വാൾ കുന്തം പരികം മുമ്പാമായുധം തീർന്നു പോകവേ അല്ലേ? അതിന് ഈശ്വരാധീനം തന്നെയാണ്. എന്ത് ചെയ്തു? മുളച്ചു മൂർച്ച കൂടിയിടും മുനിശാപങ്ങൾ പോലവേ തഴയ്ക്കും ഏരക പുല്ലുകൾ പുല്ലാൽ തള്ളിനാർ അതിഭീകരം. അതായത് ഈർച്ചവാളിൻ്റെ പിന്നെ 2 ഭാഗം വാളായ അങ്ങനെ ഉണ്ടാവും. അതാണ് ഈ ഏരകപ്പുല്ലുകൾ. അപ്പോൾ തഴയ്ക്കും ഏരക പുല്ലാൽ തള്ളിനാൻ അതിഭീകരം. രാമനും കൃഷ്ണനും ചെന്നു തടഞ്ഞിടിലും രാമനും കൃഷ്ണനും ചെന്ന് തടഞ്ഞാൽ കൂടി നിൽക്കാത്തവരായിപ്പോയി എന്നർത്ഥം. രാമനും കൃഷ്ണനും ചെന്നു തടഞ്ഞിടിലും ആരെയും കൂട്ടാക്കിയില്ല ഇവരെയും ശത്രുഭാവത്തിലേവരും. രാമകൃഷ്ണന്മാർ ശത്രുഭാവത്തിലാണെന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണമായയുടെ ബലം എത്രത്തോളമുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. ഏരകപ്പുല്ലെടുത്തോങ്ങി നിൽക്കയാം ഗുരുനന്ദന പിന്നീടേതും വൈകിയില്ല കൃഷ്ണനും ബലരാമനും. അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കണ്ടപ്പോൾ ഇവരെ തീയും കാറ്റും മുളങ്കാട്ടിൽ ഒത്തുചേർന്നതുമാതിരി. തീയ് മാത്രമല്ല കാറ്റുമുണ്ട്, കാറ്റിനനുസരിച്ച് തീയുണ്ട്. തീയും കാറ്റും മുളങ്കാട്ടിൽ ഒത്തുചേർന്നതുമാതിരി ഞൊടി കൊണ്ട് നശിപ്പിച്ചു വിപ്രശാപഹതം കുലത്തിനും പൊളിപ്പിച്ചു. ഈ വണ്ണം യദുവൃഷ്ണ്യാദിവംശം സർവം നശിക്കവേ ഭൂപാലം തീർന്നതായ ഉള്ളിൽ ഓർത്താൻ ത്രിഭുവനേശ്വരൻ 3 ലോകത്തിനും നാഥനായിരിക്കുന്ന ഭഗവാൻ ഉള്ളിൽ ഓർത്തു. അസിതാംബര നാഴിവക്കിൽ അങ്ങൊരിടം പാവനയോഗനിഷ്ഠനായി നരദേഹം അകന്നു നിന്നുടൻ പരമാത്മാവിലണഞ്ഞു മിന്നിനാൻ. അസിതാംബര മൈത്രേയ മഹർഷി വിതുരോട് പറയാണ്. അസിതാംബര നാഴി വക്കിൽ അങ്ങൊരിടം പാവനയോഗനിഷ്ഠനായി നരദേഹമകന്നു നിന്നുടൻ പരമാത്മാവിലണഞ്ഞു മിന്നിനാൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ 1 സർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ യദുകുല സംഹാരം 817 അത് കഴിഞ്ഞു. 818 നാളെ പറഞ്ഞാൽ മതി. നമ്മൾ 18 മിനിറ്റ് ആയിട്ടുള്ളൂ. സാരമില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇനി ശരിക്ക് 38 പേജേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.